നിവിൻ പോളി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കാം. എങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു അവാർഡ്? ഇല്ല, സന്തോഷമുണ്ട്. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല അവാർഡ് ലഭിച്ചതിലൊരു സന്തോഷം. ഇത് അവാർഡുകൾ എന്നും പ്രചോദനമാണ്. അങ്ങനെ തന്നെ ആവട്ടെ. തീർച്ചയായും എന്തുകൊണ്ടും മുൻനിര നടന്മാർക്കൊപ്പമായിരുന്നു നിവിൻ പോളി ലാസ്റ്റ് ലാപ്പ് വരെ ഉണ്ടായിരുന്നത്. ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു ബഹുമതി തന്നെയല്ലേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? തീർച്ചയായിട്ടും സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ബഹുമതിയാണ്. വളരെ പ്രഗത്ഭരായ ജൂറി പാനൽ നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് സിനിമകൾ വരികയും അതിലഭിനയിച്ച ഒരുപാട് നടന്മാരിൽ നിന്ന് ഒരാളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതിൽ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇപ്പം 1983 രമേശനാവട്ടെ, ബാംഗ്ലൂർ ഡേയ്സിലെ കുട്ടേട്ടനാവട്ടെ, പ്രേക്ഷകർ ഏറെയധികം ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു. ഒരുപക്ഷെ അത് നിവിൻ പോളിയുടെ കരിയറിലെ തന്നെ വലിയൊരു കഥാപാത്രങ്ങളായി മാറിയിരിക്കുന്നു. വലിയൊരു വഴിത്തിരിവ് തന്നെയായിട്ടല്ലേ ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും 1983 ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന ഏറ്റവും ടഫസ്റ്റ് ക്യാരക്ടറാണ്. അത് തന്നത് ഷൈൻ ചേട്ടനാണ്. ഷൈൻ ചേട്ടൻ അതിൻ്റെ ഓരോ സ്റ്റേജിലുള്ള ഈ രമേശൻ്റെ ട്രാവൽ, ബോഡി ലാംഗ്വേജ്, സംസാര രീതി എങ്ങനെയായിരിക്കും എല്ലാം കൃത്യമായ ധാരണയുള്ളൊരു വ്യക്തിയാണ് ഷൈൻ ചേട്ടൻ. ഷൈൻ ചേട്ടൻ കൃത്യമായിട്ട് ഗൈഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബാംഗ്ലൂർ ഡേയ്സിലും കുട്ടേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ കഥ നരേറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് അഞ്ജലി ചേച്ചി പറഞ്ഞു, ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ കുട്ടേട്ടൻ്റെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു 2 ഡിഫറെൻറ്റ് വെറൈറ്റി ഉള്ള ക്യാരക്ടേഴ്സ് ഒരു വർഷം തന്നെ ചെയ്യാൻ സാധിച്ചു. കൃത്യമായിട്ട് ഗൈഡൻസ് നമ്മുടെ സംവിധായകർ നൽകുകയുണ്ടായി. അതിൻ്റെ ഒരു കാരണമാണ് ഈ ഒരു അവാർഡ് ആർക്കൊക്കെ സമർപ്പിക്കും? ആരോടൊക്കെയാണ് സമർപ്പിക്കാനുള്ളത്? 2 സംവിധായകരോടാണ്, എബ്രിഡ് ഷൈനും അഞ്ജലി ചേച്ചിക്കും. രണ്ടുപേരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. വളരെ അടുത്ത് നിൽക്കുന്നവരാണ് രണ്ടുപേരും. ഞങ്ങൾ ഇന്നലെ വരെ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ അടുത്തില്ല. ഇനിയിപ്പോൾ അവരുടെ അടുത്തേക്ക് പോകണം.